പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജയസ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിനു മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ, ജബി മേത്തർ, അലോഷ്യസ് സേവ്യർ എന്നിവർ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. സലിം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങളുമായി. സലിം, CBI അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി എന്നുള്ള സിദ്ധാർത്ഥന്റെ പിതാവിന്റെ ഒരു പ്രതികരണം എത്തി. അതിനുശേഷമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഈ സമരം അവസാനിപ്പിച്ചു എന്ന വിവരം നമ്മളെ അറിയിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും CBI അന്വേഷണം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ സമരം അവസാനിപ്പിക്കുന്നു അല്ലേ? വീണ, പ്രതിപക്ഷ നേതാവ് നേരിട്ടെത്തിയാണ് ഈ സമരം അവസാനിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഈ സമര നേതാക്കൾക്ക് നാരങ്ങാനീര് നൽകി ഈ സമരം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. നിലവിൽ സിദ്ധാർത്ഥന്റെ പിതാവ് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം ഈ സമരം അവസാനിപ്പിക്കണമെന്ന് നേതാക്കളോട് അഭ്യർത്ഥിച്ചിരുന്നു. നിങ്ങളുടെ ആരോഗ്യം കൂടി കണക്കിലെടുത്ത് സമരം അവസാനിപ്പിക്കണം, കാരണം ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം തന്നെ കേസ് CBI അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു. ഇപ്പോൾ CBI അന്വേഷണം സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഈ സമരം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചത്. ഈ തീരുമാനം വന്ന ഉടൻ തന്നെ നേതാക്കളോട് നമ്മൾ പ്രതികരണം ചോദിച്ചപ്പോൾ പാർട്ടിയാണ് തങ്ങളെ നിയോഗിച്ചത്, പാർട്ടി നേതാക്കൾ വന്നതിന് ശേഷം അതിൽ തീരുമാനമെടുക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, നിലവിൽ KPCC അധ്യക്ഷന്റെ ചുമതലയുള്ള UDF കൺവീനർ MM ഹസൻ, ഒപ്പം മുതിർന്ന കോൺഗ്രസ് നേതാവ് KC ജോസഫ് എന്നിവരൊക്കെ ഇപ്പോൾ ഈ സമരപ്പന്തലിലുണ്ട്. സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഔദ്യോഗികമായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ എന്നിവർ കഴിഞ്ഞ 6 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിയ നിരാഹാര സമരമാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. അത് മുഖ്യമന്ത്രി സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് നൽകിയ ഉറപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സമരം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെയുണ്ട്. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ട അല്പസമയത്തിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. നീതിക്കുള്ളൊരു പോരാട്ടം, നീതിക്കുള്ളൊരു പോരാട്ടം, മുന്നിൽ നിന്ന് നയിച്ചവരെ. ഇത് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. കാരണം ഈ കൊലപാതകം അത്രമാത്രം കേരളത്തെ ഞെട്ടിച്ചിട്ടുണ്ട്, കേരളത്തെ തകർത്തിട്ടുണ്ട് മാനസികമായി. അപ്പൊ അത് ഈ അന്വേഷണം പ്രോപ്പറായിട്ടല്ല നടക്കുന്നത്. കാരണം പോലീസിന് ആദ്യം വിവരം കിട്ടിയതാണ്. പോലീസ് ഇൻക്വസ്റ്റിലൂടെയും പോസ്റ്റ്മോർട്ടത്തിലൂടെയും ആന്റിമോർട്ടം മുറിവുകൾ 19 എണ്ണം മരണകാരണമായേക്കാവുന്ന മുറിവുകളുണ്ട്, ഗുരുതരമായ മുറിവുകൾ ശരീരത്തിലുണ്ടെന്ന് പോലീസ് അറിഞ്ഞിട്ട് പോലീസ് അത് മൂടിവെച്ചു. ഇത് വിവാദമായതിനു ശേഷം മാത്രമാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. അപ്പൊ പോലീസ് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇതിനകത്ത് കൊലക്കുറ്റം ചേർത്തിട്ടില്ല. ഇത് കെട്ടിത്തൂക്കി കഴിഞ്ഞിട്ട് അവിടെ തന്നെ അഴിച്ച് അവിടെ തന്നെ ആശുപത്രി കൊണ്ടുപോയത്. സമരം അവസാനിപ്പിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു.